നമസ്കാരം. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു കൊടിയ വഞ്ചനയ്ക്കിരയായി ആത്മഹത്യയുടെ വക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരനായ JCB ഡ്രൈവർ. കാസർഗോഡ് ചെറുവത്തൂരാണ് സംഭവം. ജമാഅത്ത് പള്ളി അധികൃതർ ജോലിക്ക് വിളിച്ചതുപ്രകാരം JCBയുമായി എത്തി മണ്ണു നീക്കാൻ ശ്രമിച്ച് സ്വന്തം ജോലി ചെയ്തതിന് വലിയ പിഴയാണ് ഇന്ന് തങ്കരാജ് എന്ന JCB ഉടമ നേരിടുന്നത്. പള്ളി കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ട പ്രകാരം ഖബർസ്ഥാൻ ഭാഗത്തെ മണ്ണ് നീക്കിയ JCB ഉടമയ്ക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ചുമത്തിയത് 45 ലക്ഷം രൂപ പിഴയാണ്. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട തണ്ണീർ സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയെന്ന കുറ്റം ചമയ്ക്കുകയായിരുന്നു. സംഭവത്തിലെ യഥാർത്ഥ വില്ലന്മാർ സ്ഥലമുടമകളായ പള്ളിക്കാരാണെങ്കിലും ഇവർ തടിയൂരി. ഇതോടെ തൊഴിലാളിയായ തങ്കരാജ് മാത്രം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കേട്ടുകേൾവിയില്ലാത്ത അനീതിയുടെ കഥയാണ് മാസങ്ങൾക്ക് മുൻപ് പുറത്തുവന്നത്. ഇപ്പോൾ തങ്കരാജിനെ തേടി ജപ്തി നോട്ടീസും എത്തിയിട്ടുണ്ട്. JCB വാങ്ങിയതിനെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനാണ് നോട്ടീസ്. JCB ആകട്ടെ 1.5 വർഷത്തിലേറെയായി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തുരുമ്പെടുക്കുകയുമാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ നിന്നും 20 ലക്ഷത്തിന്റെ വായ്പ എടുത്തു. ഇതിൽ കുടിശ്ശിക 1,13,489 രൂപയുണ്ട്. പടന്ന ഗണേഷ് മുക്കിലെ പള്ളിവളപ്പിൽ നിന്നും മണ്ണ് നീക്കി അനധികൃത പരിവർത്തനം ചെയ്തെന്ന് കാണിച്ച തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തത്. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ചന്തേര പോലീസാണ് JCB കസ്റ്റഡിയിലെടുത്തത്. കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന അവസ്ഥയിലാണ് തങ്കരാജ്. ആകെ അറിയാവുന്ന തൊഴിലിനു വേണ്ടി വാങ്ങിയ JCB നഷ്ടവുമായി. ഇപ്പോഴിതാ ജപ്തി നോട്ടീസും അനധികൃത മണ്ണ് നീക്കത്തിന്റെ പേരിൽ ആദ്യം ചുമത്തിയത് 12 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് പിഴ 45 ലക്ഷവുമാക്കി. തുടർന്ന് കലക്ടർ JCB കണ്ടുകെട്ടുകയും ചെയ്തു. ചെറുവത്തൂർ കൈതക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന ഈറോഡ് സ്വദേശി തങ്കരാജ് ഇതോടെ പ്രതിസന്ധിയിലായി. 2023 ജൂൺ 24 ഗണേഷ് മുക്കിലെ നസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തെ ഖബർസ്ഥാനിൽ മൂടിയ മണ്ണ് നീക്കാൻ പള്ളി കമ്മിറ്റിക്കാരാണ് വിളിച്ചത്. മണ്ണ് നീക്കുന്നതറിഞ്ഞ് എത്തിയ ചന്തേര SI MV ശ്രീദാസും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും JCB പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പിന്നീട് റവന്യൂ വിഭാഗം 12 ലക്ഷം രൂപ പിഴ ചുമത്തി. പള്ളി കമ്മിറ്റിക്കാർ നെല്ലിക്കുന്ന് MLAയുമായി കലക്ടറേറ്റിലെത്തി പരാതി പറഞ്ഞെങ്കിലും 2024 ജൂൺ 14 പിഴ 45 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. JCBയുടെ വില 29.9 ലക്ഷമായി നിശ്ചയിച്ച് അതിന്റെ 1.5 മടങ്ങ് പിഴ ചുമത്തുകയായിരുന്നു. മണ്ണുനീക്കലാണ് ചെയ്തത്. അത് അവിടെ തന്നെ കിടപ്പുണ്ട്. 20 മീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലും 60 ലോഡ് മണ്ണിട്ട് നികത്തിയെന്ന കുറ്റം ചുമത്തി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് പിഴ ചുമത്തിയത്. പിഴ ഒടുക്കാത്തതിനാൽ 2024 ജൂലൈ 27 ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ JCB സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തു. പള്ളി കമ്മിറ്റിക്കാർ തങ്കരാജിനെ കൈവിടുകയും ചെയ്തു. ജീവിത സമ്പാദ്യം മുഴുവൻ നുള്ളിപ്പെറുക്കിയാണ് തങ്കരാജ് JCB വാങ്ങിയത്. 37 ലക്ഷം രൂപയോളം വായ്പയെടുത്താണ് JCB വാങ്ങിയത്. ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകവെയാണ് തിരിച്ചടിയായി ഈ കേസുമുണ്ടായത്. 18 മാസമായി ചതര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കിടന്ന് തുരുമ്പിക്കുകയാണ് JCB. വരുമാനം നിലച്ചതോടെ ഭാര്യ സുചിത്രയും ഇരട്ട പെൺമക്കളും അടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. പള്ളി കമ്മിറ്റിക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പിഴ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് തങ്കരാജും കുടുംബവും ഹർജി നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല. സ്ഥലമുടമകൾ ജോലിക്ക് വിളിച്ചതനുസരിച്ചാണ് താൻ പോയതെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും മുഖവിലയ്ക്കും എടുത്തില്ല. റവന്യൂ മന്ത്രിക്ക് പരാതി നൽകി പണിക്ക് വിളിച്ചിട്ടില്ലെന്നും അടയ്ക്കാൻ പൈസ ഇല്ലെന്നും പറഞ്ഞ് പള്ളിക്കാർ കൈയൊഴിയുകയായിരുന്നു.